നിർണായക NDA യോഗം തുടങ്ങി. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. മന്ത്രിമാരായ JP നദ്ദ, ശിവരാജ് സിംഗ് ചൗഹാൻ, ലാലൻ സിംഗ് എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കർത്തവ്യ ഭവനിലെ യോഗം പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ മുന്നോടിയായാണ്. വിഷ്ണു, ഇന്നലെ കോൺഗ്രസിന്റെ യോഗമുണ്ടായിരുന്നു. ഏത് നിലയിൽ വേണം പാർലമെന്റിൽ കാര്യങ്ങൾ ഈ സെഷനിൽ കൈകാര്യം ചെയ്യേണ്ടത് എന്നതിന്റെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു, അതിനുള്ള രൂപം നൽകലായിരുന്നു ഇന്നലത്തെ യോഗത്തിന്റെ അജണ്ട. NDA യോഗത്തിന്റെ രീതി ഏത് തരത്തിലാണ്? ഈ പാർലമെന്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ മാത്രമാണോ? 7ഓളം ബില്ലുകളാണ് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ഇപ്പോൾ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ അംഗസംഖ്യ ഉയർത്തുന്നത് മുതൽ FCR നിയമം ഉൾപ്പെടെയുള്ളവ എന്തായാലും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ കൊണ്ടുവരാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. ഇതിലെന്തായാലും പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ എത്രത്തോളം ഉണ്ടാകുമെന്ന കാര്യത്തിൽ കേന്ദ്രത്തിനും സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കണം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് NDA ഇന്നിപ്പോൾ കർത്തവ്യ ഭവനിൽ വെച്ച് യോഗം ചേർന്നിട്ടുള്ളത്. JP നദ്ദ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ പങ്കെടുക്കുന്ന യോഗത്തിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് അധ്യക്ഷത വഹിക്കുന്നത്. നിലവിലെ സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ മുന്നണി സമവാക്യങ്ങളെല്ലാം തന്നെ മാറിയിട്ടുണ്ട്. പ്രധാനമായും പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് നിരവധി MPമാരെ BJPക്കൊപ്പം നിർത്താൻ അല്ലെങ്കിൽ NDAക്കൊപ്പം നിർത്താൻ ഇതിനോടകം തന്നെ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുപ്രധാന ബില്ലുകളും സുപ്രധാന നീക്കങ്ങളും നടത്താൻ തന്നെയായിരിക്കും കേന്ദ്ര സർക്കാർ ഈ വർഷകാല സമ്മേളനത്തിൽ ആലോചിക്കുക. അതിന്റെ പ്രാരംഭഘട്ട ആലോചനയ്ക്ക് വേണ്ടി തന്നെയാണ് ഇപ്പോൾ യോഗം ചേർന്നിട്ടുള്ളത്. 19-ാം തീയതി സർവകക്ഷി യോഗവും നടക്കാനുള്ള സാധ്യതയുണ്ട്. ആ യോഗത്തിൽ ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ അയോധ്യ രാമക്ഷേത്ര കൊള്ളയും അതോടൊപ്പം തന്നെ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടും അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്.